പ്രിയമുള്ളവരെ, ലിംക റെക്കോർഡ് നേടിയ ശ്രീ ഖാദർ മൂസയെ ഈ കോളനി നിവാസികൾക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനത്തിനോടൊപ്പം ഒരു നന്ദി പ്രകടനത്തിനുകൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് മറ്റൊരാളുമല്ല, മറഡോണയോടാണ്. സിനിമയ്ക്കായി ഒരു നല്ല കഥ തേടി അല്ലെങ്കിൽ എനിക്ക് സുന്ദരമായ ഒരു കഥ കിട്ടിയത് മറഡോണ മൂലമാണ്. ഒരുപാട് നാള് സൂപ്പർ താരങ്ങളുടെ പുറകെ ഒരു ഡേറ്റിനായി ഞാൻ അലഞ്ഞിട്ടുണ്ട്. പല കഥകൾ പറഞ്ഞെങ്കിലും ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. മറഡോണയുടെ കഥ സുഹൃത്തായ വൺ മിസ്റ്റർ ഏഞ്ചൽ ജോൺ ആണ് എന്റെ മകൾ സോഫിയോട് പറഞ്ഞത്. താങ്ക് യു മറഡോണ, താങ്ക് യു വെരി മച്ച്. മറഡോണ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. മൂസയ്ക്ക്, അതായത് എനിക്ക്, ഭ്രാന്താണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോലും അപകടത്തിലാകുന്ന കളികൾക്ക് ഇറങ്ങിയത് ലിംക റെക്കോർഡ് പേര് നേടി ഷൈൻ ചെയ്യാനായിരുന്നില്ല. മറിച്ച് നിസാര വഴക്കിന്റെ പേരിൽ എന്നെ വിട്ടുപോയ എൻ്റെ ഭാര്യ സീനത്ത് ഞാൻ പ്രശസ്തനാകുന്നത് കണ്ട് നഷ്ടബോധം തോന്നി തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ്. ഇന്നലെ തന്നെ എൻ്റെ സീനത്ത് എന്നെ വിളിച്ചു. ഇപ്പൊ 2 അവാർഡ് കിട്ടി മൂസയ്ക്ക്. ഒന്ന് ലിംക, പിന്നെ എൻ്റെ സീനത്ത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ സ്നേഹിച്ച ഇവനുണ്ടല്ലോ, ഈ മറഡോണ, എൻ്റെ കുഞ്ഞനുജനാണിവൻ. ഈ മൂസാക്കയുടെ കുഞ്ഞനുജൻ. മറക്കൂല, ഒരു കാലത്ത് മൂസ മറക്കൂല. എന്റെ ഡാഡി പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. അടുത്ത കാലത്തായി ഞാനൊരു ചന്ദനമരം ചാരി. ആ ചന്ദനത്തിന്റെ സുഗന്ധം എന്നിൽ നിറയുകയും ചെയ്തു. അതെ, ചന്ദനം എന്നിൽ പെയ്യുകയാണ്. Congratulations, Madonna. God bless you. Thank you. Come on. മോനെ, ഏതൊരപ്പനും ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. ഞാനും വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. മമ്മിക്ക് ഒരുപാട് സന്തോഷായി. പപ്പ നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബൈക്ക് അതാ വരുന്നു. മർഡോണ, ജോസഫ് അങ്കിളിനെ ആന്റിയും ഇത്രയും സന്തോഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. താങ്ക്സ് ഫോർ എവറിത്തിങ്. എന്താ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. നിന്റെ ആയുസ് തീരാൻ ഇനി 2 മണിക്കൂറേ ഉള്ളൂ. നിനക്ക് ഒരു വരം കൂടി ബാക്കിയുണ്ട്. ഏഞ്ചൽ, സോഫിക്ക് അവളുടെ മുടന്ത് മാറ്റി കൊടുക്കാമോ? എന്റെ അവസാന വരമായിട്ട്.
മറ്റൊന്നുമല്ല, ഞൊണ്ടിന്നും മുടന്തിന്നും വിളിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായശ്ചിത്തമായി. പറ്റില്ല മർഡോണ. നിന്റെ ഒരു വരം മറ്റൊരാൾക്ക് വേണ്ടി നീ ഉപയോഗിച്ചു കഴിഞ്ഞു, ഖാദർ മൂസയ്ക്ക് വേണ്ടി. ഏഞ്ചൽ, ഇനി എനിക്ക് ആയുസ് നീട്ടിക്കിട്ടില്ലല്ലോ അല്ലേ? ആയുസ് എന്റെ കയ്യിലല്ല മർഡോണ. എന്റെ സ്ഥാനത്ത് ഏഞ്ചൽ ആണെങ്കിൽ അവസാന വരം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഗുഡ് ക്വസ്റ്റ്യൻ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ വരം എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നല്ലേ? ജീവിതത്തിലെ ഈ അവസാന സമയം ദൈവത്തിന്റെ ആൾക്കാർക്കൊപ്പം ചിലവിടാൻ തീരുമാനിക്കും. ദൈവത്തിന്റെ ആൾക്കാരോ? അവർ എല്ലായിടത്തുമുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. എങ്കിൽ എന്റെ അവസാന വരം അതാവട്ടെ. എന്താ എന്താ? ഏഞ്ചൽ, വലിച്ചു കയറ്റ്. നിനക്കെന്നില്ല. നീ ഇന്ന് തെണ്ടിയിട്ട് കിട്ടിയതേ 200 ഉലുവയാ. 500 കിട്ടിയാലേ നിനക്ക് ഞണ്ണാമെല്ലാം തരത്തുള്ളൂ. നാളെ നല്ലോണം തെണ്ടിയിട്ട് അത് ഉണ്ടാക്ക്. ഇന്ന് ഇത്രയും മതി. ബോബോ അങ്ങനെ മാറാ. അതിപ്പോ അണ്ണന് വേണമെന്ന് പറഞ്ഞ ആരെയാ പൊക്കാൻ പറ്റാത്തത്? ചാടിപ്പോയ ചെറുക്കനെ കിട്ടി. കിട്ടിയണ്ണ, അവൻ പുറത്തു പോകാത്ത വിധം ആക്കിയിട്ടുണ്ട്.